الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله العلي العظيم സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റമളാനായതുകൊണ്ട്, നോമ്പായതുകൊണ്ടും ബുദ്ധിക്കും നാവിനും അവയവങ്ങൾക്കുമൊക്കെ ബലക്ഷയമുണ്ടാവും. അതുകൊണ്ട് വലിയ ആവേശത്തോടുകൂടി അല്ലെങ്കിലും ഞാൻ പറയാറില്ല, പ്രത്യേകിച്ച് റമളാനിൽ വളരെ പതുക്കെ പറയുന്നുണ്ട്. ശബ്ദം കൂട്ടാനുള്ള വല്ല സംവിധാനം ഉണ്ടെങ്കിൽ കൂട്ടിക്കോള്, വിരോധമില്ല. പക്ഷെ ശബ്ദ മലിനീകരണം ആകുകയും ചെയ്യരുത്. പറയുന്ന കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ വാക്കുകൾ തെറ്റിപ്പോയി എന്ന് വരാം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ അറിയും എന്നതുകൊണ്ട് ഞാൻ ആശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ നല്ല മാർഗത്തിൽ ചെലവാക്കുക, ഇതാണ്. ആ നല്ല മാർഗം എന്തുമാകാം, തെറ്റാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. കച്ചവടത്തിന് ചെലവാക്കുന്നതും കൃഷിക്ക് ചെലവാക്കുന്നതും അതേപോലെ പ്രത്യുൽപാദന മേഖലകളിൽ കയ്യിലുള്ള സമ്പത്ത് ചെലവാക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവാക്കലാണ്. ആ ചെലവാക്കുന്ന ആൾക്ക് ലാഭം കിട്ടും എന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്നവർക്കൊക്കെ അവരുടെ ഉപജീവന മാർഗം അതായിത്തീരുകയും ചെയ്യും. തന്നെ പോലെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കും ചിലപ്പോഴൊക്കെ എന്തിനാണ് ആ ജീവി എന്ന് നമുക്കറിയാത്ത ജീവജാലങ്ങൾക്ക് പോലും ഈ പ്രത്യുൽപാദന മേഖലയിൽ ചെലവഴിക്കുമ്പോൾ ഉപകാരമുണ്ടാകും. പൂച്ചക്കും പട്ടിക്കുമൊക്കെ ഉപകാരമുണ്ടാകും എന്നതിനേക്കാൾ എന്തിനാണ് അള്ളാഹു അതിനെ പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത പേച്ചായ്ക്കും നോനേനുമൊക്കെ അത് പ്രയോജനപ്പെടും.
നമുക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, മറ്റുള്ളവർക്കും ഡോക്ടർമാർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ ലോകത്ത് പലതിനും ഉപകാരപ്പെടുന്ന വിധത്തിലാണ് മനുഷ്യൻ തന്റെ സമ്പത്ത് പ്രത്യുൽപാദന മേഖലയിൽ ഉപയോഗിക്കുമ്പോൾ, ചെലവാക്കുമ്പോൾ അവനുൾപ്പെടെ മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സൃഷ്ടിജാലങ്ങൾക്കും പ്രയോജനപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ പള്ളിക്ക് സംഭാവന കൊടുക്കുക എന്നോ മദ്രസയ്ക്ക് പിരിവിനാൾ വരുമ്പോൾ കൊടുക്കുക എന്നോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സംഭാവനകൾക്കായി ആളുകൾ വരുമ്പോൾ കൊടുക്കുക എന്നതോ മാത്രമല്ല, അതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവാക്കലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അതൊന്നും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ചെലവാക്കലല്ല എന്ന് കേട്ട് പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. അതും ആണ്, പക്ഷെ അത് മാത്രമാണ് എന്ന് ധരിക്കരുത്. ആരാധനാ കർമ്മങ്ങളൊക്കെ മഹോന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് നല്ല മനുഷ്യനായി ജീവിക്കാനാണ്, ആരെയും ഉപദ്രവിക്കാത്ത, കഴിയുമെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായി തീരാനുള്ള ഒരു പരിശീലനമാണ് അത് എന്ന് പറയുമ്പോൾ, പിന്നെ നല്ലതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ആരാധന വേണ്ടേ എന്ന് തലതിരിഞ്ഞ് ചിന്തിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റണം. അതങ്ങനെയാണ്. വൃത്തിയാക്കാൻ വേണ്ടിയാണ് കുളിക്കുന്നത്. ഒരാളുടെ ശരീരത്തിൽ വൃത്തികേടൊന്നുമില്ലെങ്കിൽ അദ്ദേഹം കുളിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണത്. വൃത്തിയാക്കാനാണ് കുളിക്കുന്നതിന്, ശരീരം ശുദ്ധിയാക്കുക. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു അഴുക്കുമില്ല, പിന്നെ അയാൾ കുളിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. എപ്പോഴെങ്കിലും ഒക്കെ അഴുക്ക് വരാം. എത്ര തന്നെ നല്ലവനായാലും ശരി, അവന്റെ ആ നല്ല സ്വഭാവങ്ങൾ ചിലപ്പോഴൊക്കെ മോശമായി മാറാം. അതുകൊണ്ട് മാറാതിരിക്കാൻ അവനെ പിടിച്ചു നിർത്തുവാനാണ്, നല്ല ഗുണങ്ങളിലും നല്ല സ്വഭാവങ്ങളിലും അവനെ പിടിച്ചു നിർത്തുവാനാണ് ആരാധനകൾ അവന്റെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയത്. അതുകൊണ്ട് നല്ലവനായി തീർന്നു എന്നാൽ പിന്നെ നിർത്താമെന്ന് പറയുന്ന ആ മനസ്സങ്ങൾ ഒഴിവാക്കിയിട്ടു നല്ലവനായി തീരാൻ വേണ്ടിയാണ് ആരാധനകൾ എന്ന ആ മനസ്സിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാം. ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലൂടെ കടന്നു പോകും. ഒന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒന്ന് ഇല്ലാതാക്കാനാണ് പറയുന്നത് എന്ന് തോന്നലുണ്ടാവും. അതല്ല, ഉള്ളതൊക്കെ നല്ലതാണെങ്കിൽ നിലനിൽക്കണമെന്ന ആഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. ഇല്ലാത്തത്, നഷ്ടപ്പെട്ടു പോയത് അത് ഉണ്ടാക്കണമെന്ന മനസ്സുകൊണ്ടാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയത് ഉണ്ടാക്കുക, നിലവിലുള്ളത് ഞാൻ പിന്നെയും പറഞ്ഞ് ഉണ്ടാക്കേണ്ടതില്ലല്ലോ. നഷ്ടപ്പെട്ടു പോയത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കൊടുക്കുക എന്ന ഒരു ധാരണ ഈ മുസ്ലിം ജാതി സമുദായത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് ശരിയല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖലീഫയായി ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നിയോഗിച്ചയച്ച മനുഷ്യൻ ചെയ്യേണ്ട ധാർമ്മിക ബാധ്യതയാണ് ചെലവാക്കൽ. അവൻ എന്തിനിങ്ങോട്ട് അയച്ചു എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി, ഒന്ന് കൊടുത്തുകൊണ്ട് പഠിച്ചവൻ അവനങ്ങോട്ട് അയച്ചു, അത് പിന്നെ ഒരുപാടാക്കി മാറ്റുക എന്നതാണ് അവന്റെ പണി. ഒന്നേ അവന്റെ കയ്യിൽ കൊടുത്തുള്ളൂ. എന്നിട്ട് നീ പോയിട്ട് ഭൂമിയിൽ ഈ ഒന്ന് ഒരുപാട് കോടികൾ ഒന്നാക്കി മാറ്റണം. ഒരുപാട് കോടി ഒന്നാക്കി മാറ്റണം. ഒരു ചെറിയ തെങ്ങിൻ തൈ കൊടുത്തു, അല്ലെങ്കിൽ ഒരു തേങ്ങ കൊടുത്തിട്ട് ഭൂമിയിൽ അത് കുഴിച്ചിടാനുള്ള കളക്കാനും വെട്ടാനുമുള്ള സാധനം കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുകയും ചെയ്തു ആദമിനോട്. മലക്കുകൾക്ക് അറിയാത്തതാണത്. ആദമിന് കൈക്കോട്ടും മടാളും ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ ആദം ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ഒരു തേങ്ങ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് കോടാനുകോടി തേങ്ങകൾ ഉണ്ടാക്കി. അതാണ് ഖലീഫന്റെ പണി. ഖലീഫ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആള്, നോമ്പ് പിടിക്കുന്ന ആള് മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മോമിനീങ്ങളായ ആളുകൾ മാത്രമല്ല, ഖലീഫകളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. അത് ആദം നബി അലൈഹിസ്സലാം ഖലീഫയാണ്, മുഹമ്മദ് നബി അലൈഹിസ്സലാം ഖലീഫയാണ്. ഞാനും നിങ്ങളും ഖലീഫമാരാണ്. ഫിറഔനും നമ്രൂദും ഹാമാനും ഖാറൂനും ഒക്കെ ഖലീഫമാരാണ്. അതേപോലെ നമ്മുടെ ജോർജ് ബുഷ് ഖലീഫയാണ്.
ടോണി ബ്ലെയർ ഖലീഫയാണ്. ഈ ലോകത്തിലുള്ള ധിക്കാരികളും ക്രൂരന്മാരുമായ ഭരണാധികാരികളൊക്കെ ഖലീഫമാരാണ്. പക്ഷെ ആ ഖലീഫമാരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന്, ആദം നബി അലൈഹിസ്സലാം ഖലീഫയായി വരുമ്പോൾ പടച്ചതമ്പുരാൻ അദ്ദേഹത്തിനൊരു ഹുദ നൽകിയിരുന്നു, ദർശനം. ആ ദർശനം അംഗീകരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹരായിത്തീരും. അവർക്ക് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരില്ല. ആ ദർശനം തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ഐഹിക ജീവിതവും ദുഷ്കരമായിരിക്കും, പരലോക ജീവിതവും ദുഷ്കരമായിരിക്കും. ഇതൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കലിലൂടെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയും നേട്ടമുണ്ടാകുന്ന, മറ്റുള്ളവർക്കും നേട്ടമുണ്ടാകുന്ന മേഖലകളിൽ നമ്മുടെ സമ്പത്ത് ചെലവാക്കുക എന്ന് പറയുന്നത്. അത് കെട്ടിപ്പൂട്ടി വെക്കരുത് എന്ന് പറയും. അങ്ങനെ ചെലവഴിക്കുന്നിടത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സമ്പത്ത് ചെലവഴിക്കാനുള്ളതാണ്. പക്ഷേ ആ ചെലവാക്കുന്നത് അനാവശ്യമാകാൻ പാടില്ല, ധൂർത്താകാൻ പാടില്ല, ദുർവ്യയമാകാൻ പാടില്ല. ഉടനെ നമ്മുടെ മനസ്സിൽ വരും ധൂർത്തിന്റെ അതിരെത്രയാണ്, വ്യയത്തിന്റെ അതിരെത്രയാണ്, ആ അതിരിന്റെ അപ്പുറമുള്ളതല്ലേ ധൂർത്താകുള്ളൂ, ദുർവ്യയമാകുള്ളൂ. അത് മനസ്സൊന്ന് വിടാം. ഇതിന്റെ അതിരെ നിശ്ചയിക്കേണ്ടത് ഞാനാണ്, നിങ്ങളാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ആവശ്യം എത്രയെന്ന് അവരാണ് നിർണയിക്കേണ്ടത്. എനിക്ക് ഇത്ര ആവശ്യമുണ്ടോ ഇല്ലേ, നിനക്കതത്ര ആവശ്യമില്ല എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല, നിനക്കെത്ര പറയാൻ അത് ആവശ്യമില്ല എന്ന് എന്നോട് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുമില്ല. അവനവനോട് പറയാം, അവനവനോട് ചോദിക്കാം, എനിക്കെത്ര ആവശ്യമുണ്ടോ. അപ്പോ അതിനെ നിർണയിക്കേണ്ടത് ഞാനാണ്, നാമാണ്, നിങ്ങളാണ്, ഓരോരുത്തരുമാണ്, എല്ലാവരുമാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കരുത്, എത്ര അതിര്. അവിടെ ഫത്വയല്ല ആവശ്യം, തന്റെ സ്വന്തം മനസ്സിനോട് ഫത്വ ചോദിക്കും. അപ്പൊ ഒരാളുണ്ടാക്കുന്ന വീട് അതെത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാം, അത് അയാളോട് ചോദിക്കണം, നമുക്ക് എത്ര വലുപ്പത്തിലുള്ള വീടുണ്ട് വേണം, അത് അയാൾ ചെയ്യട്ടെ. അതിനപ്പുറം അയാൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അയാളും അയാളുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരെ നമ്മൾ വാചാലരാകാൻ പോകണ്ട, അത് അള്ളാഹുവിനെ വിട്ടുകൊടുക്കും. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ നമ്മളല്ലല്ലോ ഇടപെടേണ്ടത്. നമ്മളോട് ഇടപെടാൻ അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അള്ളാന്റെ ഖുർആൻ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയുമല്ലോ. 6000-ൽ പരം ആയത്തുകളുള്ള ഖുർആനിൽ ഒരിക്കൽ പോലും പഠിച്ചവൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിങ്ങൾ ഇടപെടണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഏക്കുമോ ബൈനക്കും ഫീമാ കുന്തും ഫീ തഖ്തലിഫ്. നിങ്ങൾക്കിടയിലുള്ള ഇഖ്തിലാഫിലൊക്കെ പടച്ചവൻ വിധി പറയും. അങ്ങനെയല്ലാതെ നിങ്ങൾ പറയണം, നിങ്ങൾ വിധി പറയണം, നിങ്ങൾ ഫത്വ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിൽ ഇല്ലേ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അപ്പം ഞാനത് മടങ്ങും. ഞാനെപ്പോഴും അങ്ങനെയാണല്ലോ പറയാറ്. ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചങ്ങോട്ട് പറയും, എന്നിട്ട് ഉണ്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തി ഞാനത് മടങ്ങും. അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് അത് ഖുർആൻ വായിച്ചു നോക്കിയിട്ട് തന്നെ പറയുന്നതാണ്, അല്ലാതെ കാണാപ്പാടിങ്ങനെ വെറുതെ അവിടെ പറയണല്ല. എനിക്കും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളാരും കണ്ടിട്ടേ പറഞ്ഞു തന്നാൽ മതി. അപ്പൊ അതിലേക്ക് പോകാതെ ദൂരത്തിനെ കുറിച്ച് അളവ് ചോദിക്കരുത്, ദുർവ്യയത്തിന്റെ അളവ് നിങ്ങൾ ചോദിക്കരുത്. അത് അവനവന്റെ മനസ്സാക്ഷിയോട് ചോദിക്കുക. വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി വലാ തുബദ്ദിർ തബ്ദീറ. വാതിദൽ ഖുർബ ഹഖഹു, അടുത്ത ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക് അവരുടെ അവകാശം നിങ്ങൾ നൽകണം. വൽ മിസ്കീന, മിസ്കീന് അവന്റെ അവകാശവും നൽകണം. അതേപോലെ തന്നെ ഇബ്നു സബീൽ, നാട്ടിൽ എല്ലാം ഉണ്ടാകാം, പക്ഷേ നാട്ടിൽ താമസിക്കാൻ കഴിയാതെ മറ്റെവിടെയെങ്കിലും അഭയാർത്ഥികളായി വന്ന് വഴിയാധാരങ്ങളായി വഴിയോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന വഴിയുടെ മക്കൾ, അവർക്കും അവരുടെ അവകാശങ്ങൾ നൽകണം. അപ്പൊ ഏറ്റവും ആവശ്യക്കാരായ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരും അനാഥകളും അഗതികളും
അതേപോലെ വഴിപോക്കരും വഴിയാധാരമായി കഴിഞ്ഞുകൂടുന്നവരും ഏതെങ്കിലും വഴിയോരത്ത് വല്ല കുടിലും കെട്ടി മറയും കെട്ടി താമസിക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ അവരുടെ അവകാശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നല്ല കാര്യമാണത്. ആ നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വലാ തുബസ്സിർ തബ്ദീറ. അവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്കപ്പുറം കൊടുക്കരുത്. അവരെ ദൂർത്തന്മാരാക്കരുത്, അവരെ ദുർവ്യയം ചെയ്യുന്നവരാക്കി മാറ്റരുത്. അവർക്കെന്താണോ ആവശ്യം അതേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ, അതിനപ്പുറം കൊടുക്കരുത്. അപ്പുറം കൊടുക്കരുത് എന്ന താക്കീതോടുകൂടി പടച്ചതമ്പുരാൻ അതിന്റെ ശേഷം പറയുന്നത് വല്ലാത്ത ഒരു കാര്യമാണ്. ഖുർആനിന്റെ അറബി ആലങ്കാരിക ശൈലി മനസ്സിലാക്കുന്നവർക്ക് അതറിയുള്ളൂ, അറബി അറിയുന്നവർക്കറിയാം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തന്മാരെ ദുർവ്യയം ചെയ്യുന്നവര് ശൈത്താന്മാരുടെ സഹോദരന്മാരാണ്. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു ഉദാഹരണം, ആവശ്യമില്ലാത്തതിന് ചെലവാക്കുന്ന മനുഷ്യര് ശൈത്താന്മാരുടെ സഹോദരന്മാരാണ്. ഇങ്ങനെയല്ലാതെ ഇനി അള്ളാഹിന്റെ അപ്പുറം എന്ന് പറയൂ? രണ്ട് സ്ഥലത്തെ ഇങ്ങനെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, വിവരമുണ്ടായിട്ട് ആ വിവരത്തിൽ നിന്നൊഴിഞ്ഞു മാറി ഐഹിക ജീവിതത്തിൽ സംതൃപ്തരായി പോയ പണ്ഡിത വിഭാഗത്തെ ഉദാഹരിച്ചപ്പോൾ അവരെ ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകു യൽഹസ്. അവരുടെ ഉപമ ചെച്ചരപ്പട്ടികൾ പോലെ എന്ന് പറഞ്ഞു. കല്ലെടുത്തെറിഞ്ഞ ആട്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും നാവും തൂക്കിയിട്ട് കിതച്ച് കിതച്ച് നിൽക്കുന്ന തിന്നാൻ കൊടുക്കാൻ ആളുകളില്ലാതെ കുപ്പത്തൊട്ടികളിലൂടി നടന്നുകൊണ്ട് വിശപ്പടക്കുന്ന ചെച്ചലപ്പട്ടികളെ പോലെയാണ്. അള്ളാഹുവിന്റെ അറിവ് നേടിയിട്ട് അത് യഥാവിധി ഉപയോഗപ്പെടുത്താതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത് വിറ്റുകളഞ്ഞ് നേട്ടമുണ്ടാക്കുന്ന മനുഷ്യർ എന്ന് ഖുർആനിൽ തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഏറ്റവും മോശപ്പെട്ട ഒരു ഉപമ ഇവിടെ അള്ളാഹു നൽകുകയാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീനി. ശൈത്താന്മാരുടെ സഹോദരന്മാരാണ്, കൂട്ടുകാരാണ്. അവർ നടക്കുന്നത് ശൈത്താന്റെ ഒപ്പമാണ്, അവരൊപ്പം നടക്കുന്നത് ശൈത്താനാണ്. ഇനി ഇതിനകത്ത് ഈ ആയത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ആയത്തിലെ ഈ ആശയം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിലേറെ ചെലവഴിക്കാൻ തോന്നുമോ? നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ മനസ്സിനുള്ള ചോദിക്കും. എന്റെ ആവശ്യത്തിനപ്പുറം ഞാൻ ചെലവാക്കുന്നുവെങ്കിൽ, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ പോലും എന്നെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ, എന്റെ സഹോദരൻ ശൈത്താനാണ്. അപ്പൊ എന്റെ കൂടെയുള്ളത് ശൈത്താനാണ്, ഞാൻ ശൈത്താന്റെ കൂടെയാണ്. ശൈത്താന്റെ കൂടെ എന്ന് പറയുമ്പോൾ ശൈത്താൻ എന്ന് പറയുന്നത് ഞാൻ നാടൻ ഭാഷയിൽ പറയാൻ, ശൈത്താൻ എന്നതിനെ മലയാളികൾ ശൈത്താൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ മലയാളത്തിൽ ഞാൻ പറയാം, എന്റെ ചങ്ങായി ചൈത്താനാണ്, ഞാൻ ചൈത്താന്റെ ചങ്ങായിയാണ്. ഞാൻ ആരാണ്? ഞാൻ ദൂർത്തടിച്ചു, ഞാൻ ദുർവ്യയം ചെയ്തു, എന്റെ ആവശ്യത്തിലേറെ ഞാൻ ചെലവാക്കി. ആ ചെലവാക്കിയത് ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്കാവാം, അവിടെ ആവശ്യമില്ലാത്തതിനാണ് ഞാൻ കൊടുത്തത്. അവിടെ ആവശ്യമില്ല, അവിടെ ആ ആവശ്യമില്ലാത്തത് ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ ആരായി? ഞാൻ ശൈത്താന്റെ കൂട്ടുകാരനായി. ഇത് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇനി ഇതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ എടുക്കാം. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണല്ലോ. അതേ ഭക്ഷണം ശരീരത്തിന് ഏറ്റവും ദോഷവുമാണ്, ഡോക്ടർമാർക്കറിയാം. മിതമായി ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് ശരീരത്തിന് വളരെ ഗുണകരമാണ്. ശരീരത്തിന്റെ നമ്മുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ മിതമായ ഭക്ഷണം വേണം. കിട്ടേണ്ട എല്ലാ ഊർജങ്ങളും കിട്ടണം. അത് അമിതമായി പോയാലോ അത് തന്നെ രോഗമായി മാറുകയാണ്. പിന്നെ അമിത ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് മരുന്ന് കഴിച്ച് അതും നമ്മളെ ശരീരത്തെ ചീത്തയാക്കുകയാണ്.
കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇന്ന് ഏറ്റവും ലാഭകരമായി നടത്തുന്ന 2 വ്യവസായങ്ങളിൽ ഒന്ന് ഇതാണ്, വൈദ്യ വ്യവസായം. പിന്നെ വേറൊരു വ്യവസായം വിദ്യാഭ്യാസ വ്യവസായം. വൈദ്യ വ്യവസായവും വിദ്യാഭ്യാസ വ്യവസായവുമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ വളരെ ലാഭകരമായി നടക്കാറുള്ള വ്യവസായം. ആ വ്യവസായത്തിന് ഗുണകരമായി തീരുന്നു നമ്മൾ ഭക്ഷണം അമിതമായി കഴിക്കുമ്പോൾ. അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ വയറ് നിറക്കാൻ ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിറയില്ല ഈ വയറ്, അങ്ങനെയാണല്ലോ, വല്ലാത്തൊരു സമുദ്രമാണല്ലോ ഈ വയറ്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഇതുവരെ തിന്നതെല്ലാം കൂടെ ഞാനിവിടെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതൊരു വലിയ കൂമ്പാരമായി മാറും. ഞാൻ മാത്രം തിന്നത് ഒരു മൈതാനത്ത് ഞാൻ ഇതുവരെ എന്റെ ചെറുപ്പം മുതൽ ഇങ്ങോട്ട് തിന്നതൊക്കെ കൂടി രണ്ടാമത് കൊണ്ടുവന്ന് അവരൊന്ന് കൂട്ടിയാൽ ഒരു വലിയ മൈതാനം നിറയെ ഉണ്ടാവും. അവൻ നിറയില്ല, നമ്മുടെ വയറിന് നിറക്കാൻ കഴിയില്ല. അവന്റെ വായിനെ, അവന്റെ വയറിനെ നിറക്കുക മണ്ണ് മാത്രമാണ്. നമ്മൾ മരിച്ച് എന്നിട്ട് തിന്നാൻ കഴിയാത്തൊരവസ്ഥയിൽ അതങ്ങോട്ട് അവസാനിക്കുള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ എന്തിനാ ഇത്ര അധികം തിന്നുന്നത്? നബി ചോദിക്കുക, എന്തിനാ ഇത്ര അധികം തിന്നുന്നത്? യേശുവിന് ആദമന്റെ മകനെ മതിയല്ലോ, ലൊക്കൈമാത്ത്, ഏതാനും പിടി ഭക്ഷണം പോലെ അവന്റെ വയറ് അവന്റെ മുതുകിനോട് ഒട്ടാത്ത വിധത്തിൽ വയറിനെ ഒന്ന് പൊന്തിച്ചു നിർത്താൻ മാത്രം ഏതാനും ലുഖൈമാത്ത്, ലുഖ്മ എന്ന് പറഞ്ഞാൽ പിടി, ഭക്ഷണപ്പിടി, ഏതാനും ചെറിയ ചെറിയ ഭക്ഷണപ്പിടികൾ പോരെ. അള്ളാന്റെ റസൂൽ നമ്മളോട് ചോദിക്കാം, അല്ല എനിക്ക് നിനക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഫൈൻകാന ലാ മഹാല, കുറച്ചുകൂടി തിന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. നിന്റെ ഭക്ഷണത്തിന് നിന്റെ വയറിന്റെ 1/3, വെള്ളം കുടിക്കാൻ ബാക്കി 1/3, പിന്നെ നിനക്ക് ശ്വാസോച്ഛ്വാസം സ്ഥിരമായി സുഖകരമായി നടത്താൻ അതിന്റെ ബാക്കി 1/3. അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ മനുഷ്യ സമൂഹത്തിലെ ജീവജാലങ്ങളിലെ ഒരു പ്രത്യേക ജീവിയാണുള്ള മനുഷ്യൻ. പടച്ച തമ്പുരാന്റെ ഈ ജീവജാലങ്ങളിലെ പ്രത്യേക സൃഷ്ടിയായ മനുഷ്യന് തിന്നുന്നതിനെ കുറിച്ച് എത്ര അളവിൽ തിന്നാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിക്കാം. എത്ര വലിയ വൈദ്യശാസ്ത്രമാണെന്നറിയോ? അത് ഡോക്ടർമാർക്കാണറിയാം, ഞാൻ പറയേണ്ടല്ലോ. ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് തിന്നുന്നിടത്ത് പറഞ്ഞു. നമ്മൾ ആ തിന്നുന്നത് എത്ര എങ്ങനെയെന്നുള്ള വിവരം, ഏത് രീതിയിലാണ് തിന്നേണ്ടത് എന്ന കാര്യം അതങ്ങോട്ട് വിട്ടിട്ട് അത് വലത്തെ കൈ കൊണ്ടാണോ തിന്നേണ്ടത്, ഇടത്തെ കൈ കൊണ്ടാണോ തിന്നേണ്ടത്, ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പാടുണ്ടോ ഇല്ലേ, വലത്തെ കൈ കൊണ്ട് നിന്ന് തിന്നണോ ഇരുന്ന് തിന്നണോ, നിന്നാ തിന്നാൻ പാടില്ല, ഹറാമാണ്, ഇന്ന് തന്നെ തിന്നണം, തിന്നാനിരിക്കുമ്പോൾ കാല് ചെരുപ്പിൽ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ലേ, നമ്മളെ ചർച്ച അങ്ങനെ. അൽഹംദുലില്ലാ, നല്ല ചർച്ച, അതൊക്കെ ആ ചർച്ച നടന്നോട്ടെ. പക്ഷെ അതിൽ കാര്യപ്പെട്ടൊന്ന് പോയില്ലേ, എത്രയാണ് നീ തിന്നേണ്ടത്, നിനക്ക് എത്ര തിന്നാം, അതാണല്ലോ അതിന്റെ അസല് ഭക്ഷണം. ആ ഭക്ഷണം ഏത് കൈകൊണ്ട് തിന്നുക എന്നതല്ല, നീ എത്ര തിന്നാം നിനക്ക്. നിന്റെ ആരോഗ്യം നിലനിൽക്കുവാൻ, നീ രോഗിയായി മാറാതിരിക്കുവാൻ, മരിക്കുന്നത് വരെയും നിന്റെ 2 കാലുകൊണ്ട് നടന്നുപോയി നിന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് അതേപോലെ നിന്റെ അധ്വാനത്തിന്റെ ഫലം ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നിനക്ക് മരിക്കണോ? അല്ല, നിനക്കൊരു പായ്ത്തലക്കൽ കിടന്നുകൊണ്ട് വലിച്ചു മരിക്കണോ? ഒരു കട്ടിലിൽ നിന്നെ സഹായിക്കുവാൻ വേണ്ടി നിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ മെനക്കെട്ട് നിന്നെ സഹായിക്കുവാനും നിന്നെ ശുശ്രൂഷിക്കുവാനും അങ്ങനെ ഒരു രോഗിയായി നിനക്ക് മാറണോ? അതല്ല, നിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ നിന്റെ കാലിൽ ഓടി നടന്നുകൊണ്ട് നിന്റെ കൈ കൊണ്ടെടുത്ത് നിന്റെ കൈ കൊണ്ട് കളച്ച് പണിയെടുത്ത് അധ്വാനിച്ചുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് അങ്ങനെ പൂർത്തീകരിക്കുന്നതിനിടയിൽ ഈ ഭൂമിയിൽ നിനക്ക് പിരിഞ്ഞു പോകണോ? എന്താ നിനക്ക് വേണ്ടത്? നിനക്കതാണ് വേണ്ടതെങ്കിൽ നീ തിന്നുന്നത് ഇങ്ങനെ ആവണം. നിന്റെ വയറിന്റെ 1/3 നീ തിന്ന്, 1/3 വെള്ളം കുടിച്ച് ആ വെള്ളവും വയറിന്റെ അപ്പൊ 2 ഒരു 1/3 നിനക്ക് ശ്വസിക്കാൻ,
ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ മാർഗതടസ്സമില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ എത്ര വലിയ വിദഗ്ധനായ ഡോക്ടറായിരുന്നു. ഇന്ന് ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, എത്ര വലിയ വൈദ്യശാസ്ത്രമാണത്. അള്ളാഹുവോട് പറഞ്ഞു, നിങ്ങൾ തിന്നോ കുടിച്ചോ, പക്ഷേ വലാ തുസ്രിഫു, അത് രണ്ടും അമിതമാകാൻ പാടില്ല. തിന്നണം നിങ്ങൾ, കുടിക്കണം നിങ്ങൾ, പക്ഷേ അമിതമാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു കുലു വശ്റബു വലാ തുസ്രിഫ്. അതിന്റെ അപ്പുറം അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതമായി വ്യയം ചെയ്യുന്ന, അമിതമായി ചിലവാക്കുന്ന, അമിതമായി ഉപയോഗിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഞാൻ എന്റെ മനസ്സിനോട് ചോദിക്കുകയാണ്, എന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാതാവുമല്ലോ. കാരണം ഞാൻ അമിതമായി പലതും ഉപയോഗിക്കുന്നു. പഠിച്ചവനെ നീ എനിക്ക് എന്നെ ഇഷ്ടപ്പെടൂലല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലല്ലോ അമിതമായി ചിലവാക്കുന്നവരെ, അമിതമായി ഉപയോഗിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫുൻ കദ്ദാബ്. അമിതമായി ആവശ്യമില്ലാതെ ദൂർത്തടിച്ചുകൊണ്ട് നടക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിൽ നയിക്കുകയില്ല. കള്ളന്മാരെയും കളവ് പറയുന്നവരെയും. വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. അമിതമായി എന്തും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ദൂർത്തടിക്കുന്നവർ, ദുർവ്യയം ചെയ്യുന്നവർ, ഹും അസ്ഹാബുൻ നാർ, അവർ നരകവാസികളാണ്. സൂറത്ത് ഗാഫിറിലെ ആ ആയത്തുകൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായില് നേരത്തെ പറഞ്ഞ ആയത്ത് നമുക്ക് കാണാം. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവര് ശൈത്താന്റെ കൂട്ടുകാരാണ്. ഇവിടെ നമ്മൾ നമ്മെ വിലയിരുത്തുക, എന്നിട്ട് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മളിപ്പോൾ റമദാൻ മാസത്തിലാണല്ലോ. റമദാൻ മാസത്തിൽ ജീവിക്കുന്ന നമ്മൾ നോമ്പുകാരാണ്. നമ്മുടെ പകൽ മാത്രമല്ലേ നോമ്പ്. ആ പകൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ 14 മണിക്കൂറോ മറ്റോ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ, അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നാൽ നമ്മൾ പിന്നെ നമ്മുടെ രാത്രി അല്ലാഹുവുമായി ബന്ധപ്പെടാനാണോ ഉപയോഗിക്കുന്നത് കൂടുതൽ? അതല്ല, കൂടുതൽ തിന്നാനാണോ ഉപയോഗിക്കുന്നത്? കൂടുതൽ കുടിക്കാനാണോ ഉപയോഗിക്കുന്നത്? തിന്നണം, കുടിക്കണം, അമിതമാകരുത്. വൈദ്യശാസ്ത്രത്തിൽ നമുക്കറിയാം, ഖാലിയായ വയറ് വളരെ പെട്ടെന്ന് അത് വീർപ്പിക്കരുത്. ഖാലിയായ വയറിൽ വളരെ കുറേശ്ശെ വേണം ആദ്യം കൊടുക്കാൻ. അങ്ങനെ കുറച്ച് കൊടുത്തിട്ട് അള്ളാന്റെ റസൂൽ അത് കാണിച്ചു തന്നില്ലേ? 1 ഈത്തപ്പഴം, 2 ഈത്തപ്പഴം, 3 ഈത്തപ്പഴം. ആ 2-3 ഈത്തപ്പഴം കൊണ്ട് അള്ളാന്റെ റസൂൽ നോമ്പ് തുറന്നു. നിങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടാനില്ലേ എങ്കിൽ നിങ്ങൾ 2-3 മുറുക്ക് വെള്ളം കുടിക്കണം. ഒന്നായിട്ട് ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ, പോത്ത് വെള്ളം കുടിക്കുന്നത് പോലെ വാരി വലിച്ചു കുടിക്കുകയല്ല. ഓരോ മുറുക്ക് ഇങ്ങനെ, അതാണല്ലോ വൈദ്യശാസ്ത്രവും പറയുന്നത്, അങ്ങനെയാണ് വെള്ളം കുടിക്കണം. അങ്ങനെ വെള്ളം കുടിക്കണം, 2-3 മുറുക്ക് വെള്ളം കുടിക്കണം. എന്നിട്ട് പോയി നിസ്കരിക്കുക. അതല്ല അതിൻ്റെ ഇടയിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നാം, ചെറുകടികൾ, വല്ലാതാകരുത്. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിയും, അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുക. എത്ര നല്ല രീതിയാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിന്റെ റസൂലിന് അതിൽ പരാതി ഉണ്ടായില്ലല്ലോ. വിശപ്പിന്റെ കാരുണ്യം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നിട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പരാതി സമർപ്പിച്ചില്ല. പഠിച്ചവനെ ഞാൻ സഹിച്ചോളാം, ഒരു ദിവസം ഞാൻ വിശപ്പ് മാറ്റാം, എങ്കിൽ ഞാൻ പിറ്റേ ദിവസം വിശന്നോളാം. അള്ളാന്റെ റസൂലിന് അത് വിഷയമായിരുന്നില്ല. കഠിനമായ വിശപ്പുണ്ടായപ്പോൾ പോലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആ സംഭവത്തിൽ നമുക്കറിയാവുന്ന നാട് വിട്ടു പോകുന്ന സമയത്ത് മദിയനിലെ ഒരു ഭാഗത്ത് കിണറ്റിൽ വെള്ളം കൊടുത്ത്, ഷേഖ് മദിയന്റെ കുട്ടികൾക്ക് വെള്ളം കൊടുത്തിട്ട് അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് മാറുമ്പോ റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്റെ അർത്ഥം എന്താണെന്നറിയോ? ആശയം, പഠിച്ചവനെ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരണേ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മിസ്രിൽ നിന്ന് സഞ്ചരിച്ച്
മദിയനിലെത്തിയ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ദൂതൻ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പഠിച്ചവനെ എനിക്ക് ഭക്ഷണം തരണേ എന്നല്ല പറയുന്നത്. റബ്ബി ഇന്നി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വല്ല ഖൈറും പഠിച്ചവനെ നീ എനിക്ക് തരികയാണെങ്കിൽ എനിക്കിപ്പത് ആവശ്യം കേട്ടോ, എനിക്കത് ഇപ്പോഴാവശ്യമുണ്ട് കേട്ടോ പഠിച്ചവനെ. അതെ, ആ കുട്ടി വന്ന് വിളിച്ചുകൊണ്ടുപോയി ഷേഖ് മദിയന്റെ വീട്ടിലെത്തിച്ചു. അല്ലാഹു ഉത്തരം ചെയ്തു. ഞാൻ പറയുന്നത് നമുക്കൊക്കെ സഹിക്കാവുന്നതും ചെയ്യാവുന്നതുമാണിത്. ആ രീതിയിലാണ് നമ്മുടെ ഭക്ഷണക്രമമെങ്കിൽ കാലം എത്ര മാറി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കോലങ്ങളിൽ മാറ്റമുണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മുടെ കോലങ്ങളിൽ മാറ്റം വന്നു. പുരുഷന്മാര് മാത്രമല്ല, സഹോദരിമാര് നമ്മുടെ കണ്ണിന് മുമ്പിലില്ലാത്തതുകൊണ്ട് അവർ കേൾക്കുന്നുണ്ടാകുമല്ലോ. ഒരു 10-30 കൊല്ലം മുമ്പുള്ള സഹോദരിമാരുടെ ശരീരത്തിന്റെ കോലം, അവരുടെ ശരീരത്തിന്റെ ആ കാന്തി, ആ ഭംഗി, അത് ഇന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം അവരുടെ ശരീരം അത് നല്ല വ്യായാമം ആവശ്യമുള്ള ശരീരമാണ്. ആ കാലഘട്ടത്തിൽ അവരുടെ വീട്ടിൽ വിരലുണ്ടായിരുന്നു, വിലക്കുണ്ടായിരുന്നു, കുന്താണി ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അലക്ക് കല്ലുകൾ ഉണ്ടായിരുന്നു. അവരലക്കും, അവർ നെല്ലുകുത്തും, അരി ഇടിക്കും, അവരക്കും. അവരുടെ ശരീരത്തിന്റെ ഫേസ് എത്ര മനോഹരമായിരുന്നു. ഇന്ന് നമ്മുടെ സഹോദരിമാരെ ആരും വേദനിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ എവിടെയാണോ വണ്ണം കുറയേണ്ടത് അവിടെയൊക്കെ വണ്ണം കൂടിയിട്ടുണ്ടാവും, എവിടെയൊക്കെയാണോ വണ്ണം കൂടേണ്ടത് അവിടെയൊക്കെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തുകൊണ്ട്? അവർ വെറുതെ വ്യായാമമില്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കുന്ന സ്വഭാവം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കുവാൻ ഏറ്റവും ആവശ്യമായ ദഹനേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സൗകര്യം നൽകുന്ന വ്യായാമം പറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ കാലം പഴയ കാലമാണ്. ആ കാലത്ത് മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നുവോ ആ രീതിയിൽ പിൽക്കാലമാകുന്ന ഈ കാലത്ത് മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധരാവണം. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച സാധനം തന്നെ ഉപയോഗിക്കണമെന്നല്ല. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന സാധനവും ഉപയോഗിക്കാം, പക്ഷേ ഉപയോഗിക്കുന്നതിന്റെ അളവ് ആ കാലഘട്ടത്തിലുള്ള അളവായിരിക്കണം. അപ്പൊ മനുഷ്യൻ അവന്റെ ശരീരം ആരോഗ്യമുള്ളതായി മാറും. അപ്പൊ കാലം മാറിയെങ്കിലും നമ്മുടെ കോലങ്ങളിൽ മാറ്റം വരുത്താതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനേറ്റവും ആവശ്യമായിട്ടുള്ളത് അനാവശ്യമായി ചെലവാക്കുക, അനാവശ്യമായി ഉപയോഗിക്കുക എന്ന സ്വഭാവം നമ്മൾ മാറ്റുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒളിർത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിലങ്ങനെ നടന്നുപോയി. സഅദിങ്ങനെ വെള്ളം വാരിക്കോരി ചെലവാക്ക്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, സഅദ് എന്തൊരു ഇസ്രാഫാണിത്, എന്തൊരു ഇസ്രാഫാണിത്. ഇപ്പൊ സഅദിന്റെ ചോദ്യം, അള്ളാന്റെ റസൂലെ അഫിൽ വളുഇ ഇസ്റഫുൻ, ഒളിയെടുക്കാനുള്ള വെള്ളത്തിലുമുണ്ടോ ഈ ഇസ്രാഫ്? അദ്ദേഹത്തിന് അത് അറിയില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നാം വഇൻ കുന്ത ഫീ നഹരിൻ ജാരിൻ, ഒലിക്കുന്ന നദിയിലാണ് നീ ഒതുവെടുക്കുന്നതെങ്കിലും ആ നദിയിലുള്ള വളു എന്ന് പറഞ്ഞാൽ ഒതുവെടുക്കുന്ന വെള്ളം എന്നാണ്. വാവിന് പത്തുകയാണെങ്കിൽ വളു എന്ന് പറഞ്ഞാൽ ആ കർമ്മവും, ആ വെള്ളവും നിന്റെ ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നീ നോക്കണ്ട. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് അഹമ്മദിൽ രേഖപ്പെടുത്തിയിരിക്കും. അഹമ്മദ് ഇമാമിന്റെ കിതാബ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ മനസ്സെവിടെയാണ്? നമ്മുടെ കർമ്മജീവിതത്തിലെ നിത്യജീവിതത്തിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തീന്മേശയിലെ വിഭവങ്ങൾ, അത് ഉപയോഗിക്കുന്ന രീതി, ഇതൊന്നും തിന്നാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരല്ല നിങ്ങൾ, ഞാനും അങ്ങനെയല്ല. പക്ഷെ അതൊക്കെ മിതമായി മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ മിതമായി നമ്മൾ ശീലിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, റമദാൻ മാസം കഴിയുമ്പോൾ 150 കോടി ജനങ്ങളുണ്ട് ഈ മുസ്ലിം ജാതി സമുദായത്തിൽ. ആ 150 കോടി മനുഷ്യരാകുന്ന ഈ ജാതി സമുദായത്തിലെ
ആളുകൾ മുഴുവൻ നോമ്പ് പിടിക്കുന്നുവെങ്കിൽ ഈ 150 കോടി ചെലവാക്കുന്നതിന്റെ നേർപകുതി മാത്രമേ ഈ റമദാനിൽ ചെലവാകുകയുള്ളൂ. എത്ര ബില്യൺ ഡോളർ ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് ലാഭമുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു കണക്കാണ്, സാങ്കല്പിക കണക്കല്ല, യഥാർത്ഥത്തിലുള്ള കണക്കാണ്. പക്ഷെ നടപ്പാക്കാൻ കഴിയില്ല. എന്നാലും ഞാനൊരു ഓർമ്മക്ക് വേണ്ടി പറയുകയാണ്. 150 കോടി ജനങ്ങൾ ഒരു മാസത്തിൽ അവരുടെ സാധാരണ ചെലവ് 5000 രൂപയാണെങ്കിൽ റമളാൻ മാസത്തിലെ അവരുടെ ചെലവ് 2500 ചുരുങ്ങിയാൽ ഒരു കുടുംബത്തിലെ 2500 രൂപ മിച്ചം വെച്ചുകൊണ്ടുള്ള 150 കോടി ജനങ്ങൾ താമസിക്കുന്ന ഭൂലോകത്തിലെ മിച്ചം എത്രയായിരിക്കും ഈ ഒരു റമളാനിൽ മാത്രം? നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിക്കുവാനെങ്കിലും നാം സന്നദ്ധരാവണം. അള്ളാഹു നമ്മെ ദുർവിനയത്തിൽ നിന്നും ദൂരത്തിൽ നിന്നും അനാവശ്യ ചെലവുകളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹ്.